നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം അതെല്ലാവർക്കും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വാർത്തകളിലേക്കൊക്കെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വളരെ നിർണായകമായൊരു ദിവസമാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ, ജാമ്യം ലഭിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയുള്ള ബുള്ളറ്റിനുകളിൽ നിന്നറിയാം. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നിരവധിയുണ്ടിന്ന്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായക ദിനം. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. 7ാം ദിവസവും രാഹുലിന്റെ ഒളിയിടം കണ്ടെത്താനാകാതെ പോലീസ്. തെരച്ചിൽ ഊർജിതം. ബംഗളൂരു യുവതിയുടെ പരാതിയിൽ അന്വേഷണത്തിന് പോലീസ് നീക്കം. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസും കോടതിയിലേക്ക്. രാഹുൽ ജയിലിൽ നിരാഹാരം തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ. കൂടുതൽ പേർക്കെതിരെ പരാമർശമുണ്ടായേക്കും. N വാസുവിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് തീരുമാനം. നാവികസേനാ ദിനാചരണത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ഇന്ന് തിരുവനന്തപുരത്ത്. നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാകാൻ ശംഖുമുഖം. ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും അണിനിരക്കും. ജാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത. മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യയും BJP നേതാക്കളെ കണ്ടു. ഇന്ത്യ സഖ്യം വിട്ട് NDAയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹം. കോൺഗ്രസ് MLAമാരും പാർട്ടി വിട്ടേക്കുമെന്ന് സൂചന. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള റഷ്യ-US ചർച്ച പരാജയം. വിട്ടുവീഴ്ചയില്ലെന്ന് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റ് നാളെ ഇന്ത്യയിലേക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം ഇന്ന് റായ്പൂരിൽ. പരമ്പര ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ. വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിലേക്കാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമായ ദിവസമാണ്. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. അടച്ചിട്ട കോടതി മുറിയിലാകും വാദം നടക്കുകയെന്നാണ് സൂചന. അതേസമയം രാഹുലിന് വേണ്ടി 7ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ് പോലീസ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, രാഹുലിന് ഇന്ന് അതിനിർണായകമായ ദിവസമാവുകയാണ്. അഥവാ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രാഹുൽ എവിടെയെന്നുള്ള ഒരു ചോദ്യം അത് അവിടെ നിലനിൽക്കുകയാണ്. രാഹുലിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുക കൂടിയാണല്ലോ. അനുശ്രീ, തീർച്ചയായും ഇന്നത്തെ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇന്നത്തെ ജാമ്യാപേക്ഷ നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നിയമക്കുരുക്കിലേക്കും അറസ്റ്റിലേക്ക് അടക്കം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ രാഹുലിന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടക അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ പുരോഗമിച്ചു വരുന്നത്. കേരളം വിട്ടു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം ലഭിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നടക്കുന്ന വാദം, ഈ ഒരു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നടക്കുന്ന വാദം അടച്ചിട്ട മുറിയിൽ തന്നെ വേണമെന്ന് ഇരുഭാഗങ്ങളും, പ്രതിഭാഗവും വാദിഭാഗവും ഉന്നയിച്ചിരുന്നു. ആ ഒരു വിഷയത്തിലായിരിക്കും ആദ്യം വാദം നടക്കുക. അതിനുശേഷമായിരിക്കും ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങളിലേക്ക് കടക്കുക. പിന്നെ ഈ ഒരു രണ്ട് ഭാഗങ്ങളും, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയുടെ ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, ഇത്തരത്തിലൊരു ഗർഭചിത്രത്തിന് താൻ നിർബന്ധിച്ചിട്ടില്ല, ഒപ്പം പീഡന പരാതി നിലനിൽക്കില്ല എന്ന ഈ ഒരു പരാതിയിലെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിരസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ കോടതി മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതിന് തക്കതായിട്ടുള്ള ഡിജിറ്റൽ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ജാമ്യാപേക്ഷ എല്ലാ വിധത്തിലും എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. സ്ഥിരം കുറ്റവാളി, അതായത് ഇത്തരത്തിലുള്ള മുൻപും ഇങ്ങനെ പലതവണ ഈ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടും മറ്റും ഇങ്ങനെ പീഡനം നടത്തുക, ഒപ്പം തന്നെ ഈ ഗർഭചിത്രത്തിലടക്കം കൃത്യമായി രാഹുലിൻ്റെ കൈകടത്തലുണ്ട്. അതായത് നിർബന്ധിച്ച് ഒരു അശാസ്ത്രീയമായ തരത്തിൽ ഗർഭചിത്രം നടത്തി
നടത്തി എന്നതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതുമായി ബന്ധപ്പെട്ട ഈ മരുന്ന് എത്തിച്ചു നൽകിയ വ്യക്തിയെ അടക്കം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ ഒരു വാദമുഖത്തിലേക്ക് ഇരുഭാഗങ്ങളിൽ തമ്മിലുള്ള കൃത്യമായ ഒരു ഇത്തരത്തിലുള്ള കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അടക്കം തീരുമാനിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. മാത്രമല്ല മറ്റൊരു പരാതി കൂടി മുൻപിൽ നിൽക്കുന്നുണ്ട്. KPCC മുൻപാകെ ഈ ഒരു മറ്റൊരു പെൺകുട്ടിയടക്കം പരാതിയുമായി വന്നതുകൊണ്ട് ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ അതടക്കം പ്രതിഫലിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ജാമ്യാപേക്ഷ തള്ളുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൽ കൂടുതൽ തെളിവുകൾ, അതായത് കൂടുതൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിക്കും പിന്നീട് അത് ക്രൈംബ്രാഞ്ച് DGPക്ക് അടക്കം പരാതി നൽകി. പിന്നീട് അത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം കൈമാറുകയായിരുന്നു. നിലവിൽ ഇന്നത്തെ ദിവസം രാഷ്ട്രീയപരമായും ഒപ്പം ഈ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടുതൽ നിർണായകമാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമോ, ജാമ്യാപേക്ഷ തള്ളുമോ എന്നതടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ ഇന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അത് കോൺഗ്രസ് നേതൃത്വത്തിനും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കും. കോൺഗ്രസിലെ രാഷ്ട്രീയ ഭാവി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനുശ്രീ, സാരംഗ്, അതുപോലെ തന്നെ വീണ്ടും ഒരു പരാതി ഉന്നയിച്ച ഒരു സാഹചര്യം. ആ പരാതിയിൽ യുവതി പറഞ്ഞിരിക്കുന്നത് അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു, മനുഷ്യത്വമായ യാതൊരു ഒരു പരിഗണനയും തനിക്ക് ലഭിച്ചില്ല എന്നൊക്കെയോ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? കഴിഞ്ഞ ദിവസം KPCCക്ക് ലഭിച്ച പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരാതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ അതടക്കം പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കേസും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട്. ഈ ഒരു അതായത് കൃത്യമായി വിവാഹ അഭ്യർത്ഥന നടത്തി പിന്നീട് ബലാത്സംഗം ചെയ്തു നടക്കമായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ, അതായത് ഗുരുതരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിലടക്കം ഉള്ളത്. ഇതിലും ഒരു കൃത്യമായ ഒരു അന്വേഷണം, അതായത് ഈ രണ്ട് കേസുകളും ഒരുമിച്ച്, അതായത് കൂടുതൽ പരാതിയുമായി തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് യുവതി മുൻപോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഈ രണ്ട് കേസുകളും ഒരുമിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ടും ഗുരുതര സ്വഭാവമുള്ള ഒരേ രീതിയിലുള്ള വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുക, അതുമാത്രമല്ല ഈ ഒരു കൂടുതൽ ഉപദ്രവിച്ചു എന്നടക്കമുള്ള പരാതി ഈ ഒരു രണ്ടാമത് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. KPCC നിലവിൽ ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഇതിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി അടക്കം ഈ ഒരു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ രണ്ട് ഗുരുതരമായ പീഡന പരാതികൾ, അതിലൊന്നിൽ ഇന്ന് ജാമ്യാപേക്ഷ നടക്കുന്നു. അതിന് തൊട്ട് മുൻപത്തെ ദിവസം ഈ ഒരു മറ്റൊരു പെൺകുട്ടി ഇതേ സ്വഭാവമുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നു. ഇതിലടക്കം രാഹുലിനെ പുറത്താക്കണം അടക്കമുള്ള ഒരു രാഷ്ട്രീയ ചർച്ച ദേശീയ തലത്തിലും കേരളത്തിലെ രാഷ്ട്രീയ തലത്തിലും നടക്കുന്നുണ്ട്. അതിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സസ്പെൻഷനിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൃത്യമായ നടപടി എടുത്തു എന്നായിരുന്നു ഇത്രയും ദിവസം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അടക്കം പ്രതികരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും രണ്ടാമതൊരു പരാതി കൂടി വരുന്നു. കൂടുതൽ യുവതികൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം അടക്കം സമ്മർദ്ദത്തിലാവുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, കൂടുതൽ നിയമസഭാ ഇലക്ഷൻ അടക്കം അടുത്തു വരുന്നൊരു സമയമാണ്. ഈ ഒരു സൈബർ ആക്രമണം അടക്കം നടത്തി ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ തന്നെ സൈബർ വിങ്ങിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അതിലടക്കം തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിച്ഛായ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അത് ഏത് തരത്തിലായിരിക്കും, അതിലൊരു തീരുമാനം ഉണ്ടാകുക എന്നടക്കം വരും ദിവസങ്ങളിൽ ഒരു വ്യക്തമാവുകയായിരിക്കും. ഈ ഒരു പരാതിയുമായി യുവതി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയുണ്ട്. അനുശ്രീ, ശരി. സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ച് KPCC നേതൃത്വത്തിന് അയച്ച പരാതിയിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. രാഹുലിനും പ്രിയങ്കയ്ക്കും പരാതി അയച്ചിരുന്നതിനാൽ ദേശീയ നേതൃത്വം വിഷയത്തെ ഗൌരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും രാഹുലിനെതിരെ പാർട്ടി തലത്തിൽ കടുത്ത നടപടിയെടുക്കണമെന്ന ആവശ്യം നേതാക്കളിൽ ഒരു വിഭാഗം സജീവമാക്കിയിരിക്കുകയാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി കണക്കിലെടുത്താകും പാർട്ടിയുടെ തുടർ നീക്കങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. ACJM കോടതിയിലെ
കോടതി വീഡിയോയിലെ ഉള്ളടക്കം പൂർണ്ണമായി കാണാതെയാണ് തനിക്ക് ജാമ്യം നിഷേധിച്ചതെന്നാണ് രാഹുലിന്റെ വാദം. അതേസമയം ജില്ലാ ജയിലിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ രാഹുൽ ഈശ്വർ അവിടെയും നിരാഹാരം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, എന്തൊക്കെയായിരുന്നു ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങൾ? അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വർ നിരാഹാരം തുടരുകയാണല്ലോ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? അനുശ്രീ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് നീങ്ങിയതും തുടർന്ന് ഈ ഒരു കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തടക്കം രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നത് സുപ്രീം കോടതി വിധിയുടെ അടക്കം നഗ്നമായ ലംഘനമാണ്. ഇത്തരത്തിലൊരു തന്നെ മുൻകൂട്ടി അറിയിക്കാതെയാണ് അറസ്റ്റിലേക്കും മാത്രമല്ല ഈ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്തത് എന്നൊക്കെയായിരുന്നു രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. പിന്നീട് ഈ കോടതി ഈ ഒരു ജാമ്യാപേക്ഷ നിരസിക്കുകയായിരുന്നു. കാരണം പ്രതി ഈ ജാമ്യം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് കൂടുതൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയേക്കാം എന്നൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ACGMA കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയത്. പക്ഷേ രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഉള്ളടക്കം മുഴുവനായി കാണാതെയാണ് തന്റെ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നത് എന്നാണ് രാഹുൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് അത് ഉള്ളടക്കം മുഴുവനായി കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയുടെ അടക്കം മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. ഇതിൽ ഇപ്പോൾ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ രാഹുൽ ഈശ്വർ ഇപ്പോഴും ഈ ഒരു നിരാഹാര സമരം തുടരുകയാണ്. തൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു പോരാട്ടമായി, അതായത് മെൻസ് അസോസിയേഷൻ അടക്കം ഒപ്പം ചേർത്തുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്ന സമയത്തടക്കം അദ്ദേഹം പങ്കുവെച്ച വീഡിയോ അദ്ദേഹത്തിന് തന്നെ വലിയൊരു കുരുക്കിലേക്ക് നീങ്ങുകയായിരുന്നു. ഇന്നത്തെ ഒരു കോടതിയുടെ നീക്കം, അതായത് കോടതി ജാമ്യാപേക്ഷ നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിയമക്കുരുക്കിലേക്കും അന്വേഷണ സംഘത്തിന് കൂടുതൽ സമയം ലഭിക്കാനടക്കം കാരണമാകും. ഇതിൽ ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പോലെ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ വിഷയവും വളരെ നിർണായകമാണ്. ഇന്ന് കോടതി ഈ ഒരു അതിജീവിതയുടെ പേര് വിവരങ്ങളും മറ്റും ഐഡന്റിറ്റി അടക്കം ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതിന് ഇയാളെ ജാമ്യം നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് രാഹുൽ ഈശ്വർ അടക്കം കടക്കേണ്ടി വരും. പിന്നീട് ഈ ഒരു അന്വേഷണ സംഘം ഇന്നും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. അന്ന് തന്നെ ഈ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്ന ദിവസം തന്നെ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പിന്നീട് വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പും അടക്കം പിടിച്ചെടുക്കുകയും ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കമടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്നത്തെ ഈ ഒരു ജാമ്യാപേക്ഷയിലും ഈ കാര്യങ്ങൾ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ട, അതായത് സമൂഹം ഏറെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നിലവിൽ. ആ വിഷയത്തിൽ ആ ഒരു അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കുറ്റാരോപിതയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക മാത്രമല്ല ഈ ഒരു പേര് വിവരങ്ങളടക്കം പങ്കുവെക്കുക എന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യത, അതായത് ജാമ്യാപേക്ഷ നിരസിക്കാനുള്ള സാധ്യത അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കോടതിയുടെ ഈ ഒരു രാഹുൽ ഈശ്വറിൻ്റെ ഈ ഒരു ജാമ്യാപേക്ഷയുടെ കൂടുതൽ വിവരങ്ങൾ അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ഇതിലൊരു കൃത്യമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പോലെ തന്നെ ഒരു വലിയൊരു വാദം ഈ വിഷയത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അനുശ്രീ, ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നമ്മളിനി പോകുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ കൂടുതൽ വാർത്തകളിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിലവിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണോ എന്ന സംശയം ഹൈക്കോടതി നേരത്തെ പ്രകടിപ്പിച്ചിരുന്നതാണ്. അതേസമയം അന്വേഷണ കാലാവധി ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക സംഘം കോടതിയിൽ ബോധിപ്പിച്ചേക്കും. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇന്ന് നേവി ഡേ ആണ്. അറബിക്കടലിന്റെ തീരത്ത് ശംഖുമുഖത്തിന് ആകാശ വിസ്മയമൊരുങ്ങുകയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയുടെ പ്രൗഢിയും സമുദ്രമേഖലയിലെ കമാൻഡോ ഓപ്പറേഷനുകളുടെ മികവും പ്രകടമാക്കിക്കൊണ്ടാകും 54ാമത് നാവിക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ നേവിയുടെ യുദ്ധശേഷിയും തദ്ദേശീയ നിർമ്മാണത്തിലെ മുന്നേറ്റവും ഒരേപോലെ പ്രദർശിപ്പിക്കും. അഭ്യാസ പ്രകടനങ്ങൾക്ക് വൈകിട്ട് 4:30 തുടക്കമാവുക.
ഇനി നമ്മൾ പോകുന്നത് ജാർഖണ്ഡിലേക്കാണ്. ജാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തുവരുന്നത്. ജെഎംഎം നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും BJP നേതാക്കളെ കണ്ടു. ജെഎംഎം ഇന്ത്യ സഖ്യം വിട്ട് NDAയിൽ ചേർന്നേക്കുമെന്നാണ് അഭ്യൂഹം. ആകെ 81 സീറ്റിൽ 34 സീറ്റുള്ള ജെഎംഎമ്മും 16 സീറ്റുള്ള കോൺഗ്രസ്, 4 സീറ്റുള്ള RJDയും 2 സീറ്റുള്ള ഇടത് പാർട്ടിയും ചേർന്നാണ് ജാർഖണ്ഡ് സർക്കാർ. NDAയിൽ BJPക്ക് 21 സീറ്റുകളുണ്ട്. LJP, LJSU, JDU എന്നീ കക്ഷികൾക്ക് ഓരോ സീറ്റുകളുമുണ്ട്. അതേസമയം ചില കോൺഗ്രസ് MLAമാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അഭിലാഷ് രാധാകൃഷ്ണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഈ ജെഎംഎമ്മും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ഒരു യഥാർത്ഥ പ്രശ്നം അതെന്താണ്? അനുശ്രീ, ഇപ്പോൾ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ JMMനെ പൂർണ്ണമായി ഇന്ത്യ സഖ്യം ഒഴിവാക്കി അല്ലെങ്കിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി JMMും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടർന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജാർഖണ്ഡിൽ ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ അധികാര മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് JMMലെ നേതാവും ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും കുറച്ചു ദിവസമായി ഡൽഹിയിലുണ്ട്. ഇവർ ഡൽഹിയിൽ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം, അതായത് മുന്നണി മാറ്റം JMM, അതായത് ഏറ്റവും വലിയ ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് JMM, അവർ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകുമെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അവിടെ 34 സീറ്റുകളുള്ള JMM 21 സീറ്റുകളുള്ള BJPയിലേക്ക് അല്ലെങ്കിൽ BJPയോടൊപ്പം NDA മുന്നണിയിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 58 സീറ്റുകളോടും ബാക്കി NDAയിലെ മുന്നണികൾ ചേർത്ത് 58 സീറ്റുകളോടുകൂടി തന്നെ ജാർഖണ്ഡ് NDA പിടിച്ചടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 81 സീറ്റുകളുള്ള ജാർഖണ്ഡിൽ 16 സീറ്റുകൾ മാത്രമാണ് നിയമസഭാ അസംബ്ലിയിൽ 81 സീറ്റുള്ളപ്പോൾ 16 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കയ്യിലുള്ള ഒരു സംസ്ഥാനം കൂടി BJP അല്ലെങ്കിൽ NDA സഖ്യം കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് 8 MLAമാർ കൂടി NDAയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തുന്നു. അല്ലെങ്കിൽ ഹേമന്ത് സോറൻ നയിക്കുന്ന ഒരു ടീമിലേക്ക് കോൺഗ്രസിന്റെ MLAമാർ കൂടി പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 16 MLAമാർ ഉള്ളതിൽ 11 പേരെങ്കിലും പാർട്ടി വിട്ടാൽ മാത്രമേ അത് ഇതിനു വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ അയോഗ്യത ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 8 പേരാണെന്നുണ്ടെങ്കിൽ അയോഗ്യരാക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ 11 പേരെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 8 കോൺഗ്രസ് MLAമാർ ഹേമന്ത് സോറനുമായി ചർച്ച നടത്തി പാർട്ടി വിടാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം. അതായത് ജാർഖണ്ഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സംസ്ഥാനത്ത് ഒരു അധികാര മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം പുറത്തു വരുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് JMM വിട്ടുപോകാനുള്ള ഒരു സാധ്യത വരുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് JMM വിട്ടുപോകാനുള്ള തീരുമാനങ്ങൾ വരുന്നത്. നമുക്കറിയാം, നേരത്തെ ഹേമന്ത് സോറനെ ജയിലിലിട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു BJP സർക്കാർ അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം തിരിച്ച് അധികാരത്തിലെത്തുകയും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളുമൊക്കെ നരേന്ദ്രമോദിക്ക് എതിരെ അടക്കം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയ നേതാവായിരുന്നു ഹേമന്ത് സോറൻ. പക്ഷേ ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പരിഗണിച്ചില്ല, ഇന്ത്യ സഖ്യം കൃത്യമായി പരിഗണിച്ചില്ല, RJDയും കോൺഗ്രസും തങ്ങളെ ഒഴിവാക്കി എന്നുള്ള പ്രശ്നം അവിടെ കുറച്ച് ദിവസങ്ങളായി നിലനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ED കേസ്, ഹേമന്ത് സോറനെതിരെ ED കേസ് നിലവിലുണ്ട്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തുടങ്ങിയിട്ടുള്ള വലിയ പദവിയിലിരിക്കുന്ന ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ 31 ദിവസം കഴിഞ്ഞാൽ അയാൾ രാജിവെക്കണമെന്നുള്ള ബില്ല് ലോക്സഭയിൽ പാസ്സായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം കൂടി ഒഴിവാക്കുന്നതിന് ഈ ഒരു രാഷ്ട്രീയ മാറ്റം ഹേമന്ത് സോറൻ ഉപകാരപ്പെടും. മാത്രമല്ല, ഹേമന്ത് സോറന്റെ പിതാവ് ഷിബു സോറന് ഭാരത് രത്ന കൊടുക്കുന്ന കാര്യങ്ങളടക്കം അവിടെ
NDA സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ അത്തരത്തിലുള്ള ചില ഉപകാരങ്ങൾ കൂടി ഹേമന്ത് സോറൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോൾ 8.86 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയതിൻ്റെ ഒരു കേസ് കൂടി ഹേമന്ത് സോറന്റെ മുകളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഈ ഒരു രാഷ്ട്രീയ മാറ്റം ഹേമന്ത് സോറൻ ഉപകരിക്കപ്പെടും എന്നുള്ള ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ കൂടിയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. ന്യൂസ് 18 ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഒരു പച്ച തുരുത്താണ്, നോർത്ത് ഇന്ത്യയിൽ ഒരു പച്ച തുരുത്ത് കൂടിയാണ് ജാർഖണ്ഡ്. ആ ജാർഖണ്ഡാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ രാഷ്ട്രീയ മാറ്റത്തിൽ ഇന്ത്യ സഖ്യത്തിന് കൈവിട്ട് പോകാൻ പോകുന്നത്. വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ നിലവിൽ BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന് കയ്യെത്താത്ത ദൂരത്തുള്ളൂ. പക്ഷേ അതിൽ ജാർഖണ്ഡിനെ കൂടി പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം NDAയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതിന് JMM ഒപ്പം നിൽക്കുന്നു. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ജാർഖണ്ഡ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുള്ള പാർട്ടി, ആ പാർട്ടി NDAയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള വിവരം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി കൂടിയാകും ഈ ഒരു ചർച്ച. അഭിലാഷ്, ഈ JMM NDAയിലേക്ക് ചേരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും MLA-മാർ NDAയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഒരു അട്ടിമറി വലുതായിരിക്കില്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, കാരണം ഈ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് രാജ്യത്ത് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ബീഹാറിൽ വലിയ രീതിയിലുള്ളൊരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഹരിയാനയിൽ അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങി. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ എല്ലാ തരത്തിലും തിരിച്ചടികൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന സഖ്യമാണ് ഇന്ത്യ സഖ്യം. ആ സമയത്താണ് ഇത്തരത്തിൽ ഏറ്റവും ഇന്ത്യ സഖ്യത്തിൻ്റെ നെടും തൂണായി മാറിയിരുന്ന JMM കൂടി ഇപ്പോൾ NDAയിലേക്ക് പോകാനുള്ളൊരു വാർത്തകൾ, അങ്ങനെ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ നയിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ്. അതിൽ നിന്ന് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ യോഗ്യതയില്ല എന്നുള്ള തരത്തിൽ, കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ സഖ്യത്തെ നയിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ള തരത്തിൽ സഖ്യത്തിനകത്ത് നിന്ന് തന്നെ മുറുമുറുപ്പുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിനകത്ത് നിന്ന് ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ആളുകൾ ഇറങ്ങിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപസ്വരങ്ങൾ ഇന്ത്യ സഖ്യത്തിനകത്ത് മുഴങ്ങുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. സ്വന്തം സഖ്യത്തിനകത്ത് പോലും ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറുന്നു എന്നുള്ള വലിയ വിമർശനം ഉറപ്പായും ഉയരുന്നു, നിലവിൽ തന്നെ ഉണ്ട്. അത് കുറച്ചുകൂടി ഉച്ചത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശബ്ദമുയരാനുള്ള സാഹചര്യം, സാധ്യത കൂടി ഈ JMM NDAയിലേക്ക് പോകുന്നുവെന്നുള്ള സ്പെക്കുലേഷൻസ് വരുമ്പോൾ ഉയർന്നു വരികയാണ്. ഇത്രയും വേഗം ഇന്ത്യ സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്നുള്ള ആവശ്യം പശ്ചിമ ബംഗാളിൽ നിന്ന്, തൃണമൂൽ കോൺഗ്രസിൽ നിന്നും, അതുപോലെ ഉത്തർപ്രദേശിൽ നിന്നടക്കം ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് JMMന്റെ ഒരു പടിയിറക്കം കൂടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്, പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കാകുലമായ ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. അത് ഇത്തരത്തിൽ JMM, ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള JMM കൂടി NDAയിലേക്ക് പോകുന്നു. നിലവിൽ രണ്ടാമത്തെ ഒറ്റകക്ഷിയാണ്. അതായത് 34 സീറ്റുള്ള JMM, തൊട്ടു പിന്നിലുള്ളത് BJP ആണ്, 21 സീറ്റുണ്ട്. അതിൻ്റെ പിന്നിലാണ് കോൺഗ്രസ് വന്നത്, 16 സീറ്റ്. അപ്പോൾ ഈ JMM നേരെ NDAയിലേക്ക് പോകുമ്പോൾ അത് 58 സീറ്റുള്ള ഒരു മുന്നണിയായി NDA സഖ്യം മാറും. അങ്ങനെ ആകെ 81 സീറ്റുള്ള അസംബ്ലിയിൽ 58 സീറ്റോടുകൂടി NDA സഖ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഹേമന്ത് സോറൻ ചർച്ചകൾ മുന്നോട്ട് നയിക്കുകയാണ്. ഹേമന്ത് സോറന്റെ പേരിലുള്ള കേസുകളടക്കം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് അത്രയും നല്ലതാണെന്നുള്ളൊരു നീക്കം കൂടി വരുന്നു. മാത്രമല്ല ബീഹാറിൽ തന്നെ തങ്ങളെ ഒഴിവാക്കിയ ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടി കൂടി നൽകിക്കൊണ്ടായിരിക്കും ഹേമന്ത് സോറൻ ഒരുപക്ഷെ NDAയിലേക്ക് പോകുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഡൽഹിയിലുണ്ട്. ഇന്ന് അവർ തിരിച്ച് ജാർഖണ്ഡിലെത്തും. ഒരുപക്ഷെ മുന്നണി മാറ്റമൊക്കെ ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അനുശ്രീ, ശരി അഭിലാഷ്, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയും അമേരിക്കയും തമ്മിൽ മോസ്കോയിൽ നടന്ന കൂടിക്കാഴ്ച തീരുമാനങ്ങളില്ലാതെ പിരിഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് തുടരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാഷ്, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ വിഫലമാകുന്നു. ഇനി എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. അപ്പോഴും വ്ളാഡിമിർ പുടിൻ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം അതെങ്ങനെ പരിഹരിക്കാനാണ് സാധ്യത?
അനുശ്രീ, ഈ ഫെബ്രുവരി 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ പല രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായെങ്കിലും, പല രാജ്യങ്ങളും ഇടപെട്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഒരു തരത്തിലും വിജയകരമായി ഭവിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം താൻ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുകയും അതിനുവേണ്ടി നിരന്തരമായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിന് ഒരുപക്ഷെ ജോ ബൈഡൻ എടുത്ത നിലപാടിൽ നിന്ന് കുറച്ച് വിഭിന്നമായി യുക്രൈന് അധികം സപ്പോർട്ട് നൽകാത്തൊരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. കാരണം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു ശ്രമം, അതായത് യുക്രൈനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സഹായം, സപ്പോർട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ലഭിക്കാതെ വന്നതോടുകൂടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ചില 28 പോയിന്റുകളുള്ള സമാധാന കരാർ അംഗീകരിക്കാനായിട്ട് അവർ രംഗത്ത് വന്നു. അംഗീകരിക്കാമെന്ന് സമ്മതം മൂളി. പക്ഷേ ആ 28 പോയിന്റുള്ള കരാറിൽ ഏറ്റവും കൂടുതലും റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. അത് റഷ്യയ്ക്ക് അനുകൂലമായ കരാറാണ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയതെന്നുള്ള വലിയ വിമർശനം യുക്രൈനിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. എന്നാൽ യുദ്ധം തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം യുക്രൈനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സമവായം എന്നുള്ള നിലയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ആ കരാർ അംഗീകരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വരെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴുണ്ടായ സാഹചര്യത്തിൽ അതിർത്തി തർക്കമാണ്. യുക്രൈൻ്റെ ഒരു വലിയ ഭാഗം ഇപ്പോൾ തന്നെ റഷ്യ കീഴടക്കിയ ഒരു സാഹചര്യമുണ്ട്. ഈ സമാധാന കരാർ അംഗീകരിക്കുകയാണെങ്കിൽ, ഈ സമാധാന കരാർ റഷ്യ അംഗീകരിക്കണമെങ്കിൽ കുറച്ച് ഭാഗമെങ്കിലും വിട്ടു നൽകേണ്ടി വരും. യുക്രൈൻ്റെ കുറച്ച് ഭാഗമെങ്കിലും റഷ്യ വിട്ടു നൽകേണ്ടി വരും. അത്തരം കാര്യങ്ങളിലെല്ലാം റഷ്യയ്ക്ക് എതിർപ്പുണ്ട്. തങ്ങൾ പിടിച്ചെടുത്ത ഭാഗമെല്ലാം തങ്ങൾക്ക് വേണമെന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. മാത്രമല്ല, യുക്രൈനെ സംബന്ധിച്ചാണെങ്കിൽ ക്രിമിയ റഷ്യയുടെ ഭാഗത്തേക്ക് പോകും. മാത്രമല്ല, പ്രധാനപ്പെട്ട യുക്രൈൻ്റെ പല മേഖലകളും റഷ്യയ്ക്ക് കൊടുക്കേണ്ടി വരും. മാത്രമല്ല, റഷ്യ ഇത്രയും നാൾ ചെയ്ത യുദ്ധത്തിന്, അല്ലെങ്കിൽ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന് റഷ്യയ്ക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും നൽകാത്തൊരു, അല്ലെങ്കിൽ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കരാർ വരുമ്പോൾ ആ കരാറിൽ എല്ലാ പൂർണ്ണമായിട്ടുള്ള ഒരു അംഗീകാരം നൽകാൻ യുക്രൈന് കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇരു രാജ്യങ്ങൾക്കിടയിലും ഈ സമാധാന കരാറിൽ ഒപ്പിടാൻ അവർ തടസ്സം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുമെന്നുള്ള നിരീക്ഷണങ്ങൾ വരുന്നത്. ഇതൊരു സമവായമില്ലാതെ ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജരേഡ് കുഷ്ണറും കഴിഞ്ഞ ദിവസം ക്രെംലിനെത്തി പുടിനെ കണ്ടത്. എന്നാൽ ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ അതിലെ കാര്യങ്ങളൊന്നും കൃത്യമായ ധാരണയിലെത്തിയില്ല എന്നുള്ളതാണ് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൃത്യമായ രീതിയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ ചർച്ച തുടരേണ്ടതുണ്ട്, സമവായം ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ കൃത്യമായ ധാരണ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിൽ പ്രധാനമായും അതിർത്തിയിലാണ് ഇപ്പോഴും തർക്കം തുടർന്നു കൊണ്ടിരിക്കുന്നത്. റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ റഷ്യ തയ്യാറാകുന്നില്ല. തങ്ങൾ 3 വർഷം യുദ്ധം ചെയ്ത് തങ്ങളുടെ എല്ലാ ആയുധങ്ങളും തങ്ങളുടെ സൈനിക ശേഷിയും എല്ലാം ഉപയോഗിച്ച് യുദ്ധം ചെയ്ത സ്ഥലം അത് തിരിച്ചു വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് പുടിനില്ല, അല്ലെങ്കിൽ റഷ്യക്കില്ല എന്നുള്ളതാണ്. കൃത്യമായി തങ്ങൾ നേടിയെടുത്ത സ്ഥലം തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു നിലപാടാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് റഷ്യയെ സംബന്ധിച്ച്. എന്നാൽ യുക്രൈനെ സംബന്ധിച്ച് നാറ്റോയിൽ ചേരുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. നാറ്റോയിൽ ചേർന്ന് നാറ്റോ ഒരു അംഗരാജ്യമായി മാറുക എന്നുള്ള അവരുടെ ഉദ്ദേശം നടക്കാതെ പോകുന്നു എന്നുള്ള ഒരു സങ്കടം കൂടി യുക്രൈനുണ്ട്. തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ യുദ്ധം ചെയ്തത്, യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ തങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് നടന്നില്ല എന്നുള്ളൊരു സങ്കടം കൂടി യുക്രൈനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഇരുഭാഗത്തും തങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ചില കാര്യങ്ങൾ കൂടി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതൊരു സമവായത്തിലേക്ക് എത്താതെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി അഭിലാഷ്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ദിവസത്തെ കൂടിക്കാഴ്ചയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ ചർച്ചകളാകും ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുക എന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, നാളെ ഡിസംബർ 4-5 തീയതികളിലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത്. 2021 ഡിസംബറിന് ശേഷം ഇതാദ്യമായാണ് പുടിൻ വീണ്ടും ഇന്ത്യയിലെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കാക്കണം. കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം, താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ശേഷം. അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നത് ഇന്ത്യയുടെ പണമാണെന്നുള്ള വലിയ ആരോപണങ്ങൾ കൂടി ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പുടിൻ വീണ്ടും ഇന്ത്യയിലെത്തുന്നത്. കഴിഞ്ഞ തവണ പുടിൻ ഇന്ത്യയിലെത്തി 2 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യയിലെത്തുമ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം
വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഇന്നലെ ഡിമിട്രി പെസ്കോവ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സമാകുന്നത് ഒരു മൂന്നാമത്തെ രാജ്യമുണ്ട്. ഇന്ത്യക്കുമേൽ റഷ്യക്കെതിരെ നിലപാടെടുക്കാനുള്ള സമ്മർദ്ദം, വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഒരു മൂന്നാമത്തെ രാജ്യം ചെലുത്തുന്നു. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്. ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ ഇന്ത്യ കുറച്ചതിൽ ഒരു മൂന്നാമത്തെ രാജ്യത്തിന് പങ്കുള്ളതിനാൽ തന്നെ റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പുടിൻ മോദി കൂടിക്കാഴ്ചയിൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും പൊളിറ്റിക്കൽ, അതുപോലെ കൾച്ചറൽ, സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. മാത്രമല്ല നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന വ്ളാഡിമിർ പുടിൻ മറ്റന്നാൾ വെള്ളിയാഴ്ച പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ കാണും. വലിയ രീതിയിലുള്ള വിരുന്നുകൾ ഉണ്ടാകും. മാത്രമല്ല എല്ലാ മേഖലകളിലുമുള്ള ചർച്ചകൾ ഉണ്ടാവും. ഇന്ത്യക്ക് ഇപ്പോൾ റഷ്യ നൽകുന്ന എണ്ണ അതിൽ കൂടുതൽ നൽകാനുള്ള സാധ്യത വിവരങ്ങൾ നൽകിയത്. രാവിലെയിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കണമെന്ന് കർശന നിർദ്ദേശമുള്ളപ്പോഴും സംസ്ഥാനത്തേക്ക് നിർബാധം ഫ്ലക്സുകൾ എത്തുകയാണ്. കേരളത്തിൽ ഫ്ലക്സ് പ്രിന്റ് ചെയ്യാൻ നിരോധനമുള്ളതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് അതിർത്തി വഴി കാര്യമായി ഫ്ലക്സുകൾ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലക്സ് ബോർഡുകൾ മാത്രമേ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിൻ്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. അധികൃതർ ഓരോ പ്രിന്റിംഗ് സ്ഥാപനത്തിലും കയറിയിറങ്ങി നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന PVC ഫ്ലക്സ്, കൊറിയൻ ക്ലോത്ത്, പോളിസ്റ്റർ, നൈലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ ഇവ ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് വരവ്. റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പോളിയെത്തിലിൻ, കോട്ടൺ എന്നീ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. ഇവയുടെ പിൻഭാഗം ഒറ്റനോട്ടത്തിൽ നിന്ന് മനസ്സിലാകും. കറുത്ത പ്രതലമാകും ഇവയ്ക്കുണ്ടാവുക. പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാകും പോവുക. വിലയിലെ വ്യത്യാസം മൂലം പലരും കുറഞ്ഞ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. നിയമം പാലിച്ച് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലക്സുകൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിയമലംഘനം കണ്ടെത്തിയാൽ സർക്കാരിൻ്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബൈലോ പ്രകാരം പിഴ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതല്ലാതെ പ്രിന്റ് ചെയ്ത് വഴിയോരത്ത് വെച്ചിരിക്കുന്ന ബോർഡുകൾ പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. ആകെയുള്ളത് 999 വോട്ടുകൾ. മത്സരിക്കുന്നത് 8 സ്ഥാനാർത്ഥികളും. മലപ്പുറം നിലമ്പൂർ നഗരസഭയിലെ 11ാം ഡിവിഷനായ മുമ്മുള്ളിയിലാണ് ഈ അത്യപൂർവ സാഹചര്യമുള്ളത്. നേരം വെളുത്താൽ രാത്രി കിടന്നുറങ്ങുന്നതുവരെ മുമ്മുള്ളിയിലെ വീടുകളിൽ സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്കാണ്. LDF, UDF സ്ഥാനാർത്ഥികൾ, അവരുടെ വിമതന്മാർ. BJP സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. SDPIക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 8. വിമത സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയെ ബാധിക്കില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി റിഷാദ് കാഞ്ഞിരമ്പാറയും UDF സ്ഥാനാർത്ഥി ഷൗക്കത്ത് അലിയും പറയുന്നത്. എന്നാൽ വിജയം ഉറപ്പെന്നാണ് ലീഗ് വിമത സ്ഥാനാർത്ഥി കബീർ മഠത്തിലും CPI വിമതൻ ഫൈസൽ ചിറക്കലും അവകാശപ്പെടുന്നത്. അല്ല, ഇവിടെ വിമത പ്രശ്നമല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വാർഡാണ്. 8 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ വിമതര് എന്ന് പറയാൻ കഴിയില്ല. കാരണം മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അവരെ ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശം ഉപയോഗിക്കുക, അത് ഞങ്ങൾ വിമതരായിട്ട് കാണുന്നില്ല. വളരെ സ്നേഹത്തോടെ സഹോദര്യത്തോടു കൂടി ഒരു ഫ്രണ്ട്ലി മത്സരം ആണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കുന്നത്. അല്ല, അങ്ങനെ നമുക്ക് വിമത ശല്യം UDFനില്ല. കാരണം ഞങ്ങളതൊന്നും നോക്കുന്നില്ല. കാരണം ഞങ്ങൾക്കിതിൽ വിജയിക്കുന്നില്ല. നിലമ്പൂർ മുനിസിപ്പാലിറ്റി UDF പിടിക്കുന്നില്ലത് ഉറപ്പാണ്. അതിൽ മുമ്മുള്ളിക്കാർ ഇവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇവിടെ എന്താ വെച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല നമ്മളെ കാണുന്നത്. 10 കൊല്ലമായിട്ട് കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. മറ്റുള്ളവരൊക്കെ വരുത്തന്മാരെന്നാണ് പറയുന്നത്. അവർ ഒരു കാര്യം പറഞ്ഞത് 5 കൊല്ലം LDFനെയും 5 കൊല്ലം UDFനെയും പരീക്ഷിച്ചാണ്. ഇനി ആ പരീക്ഷത്തിന് ഞങ്ങളില്ല എന്നുള്ളതാണ് ഒരുവിധം വോട്ടർമാരൊക്കെ പറഞ്ഞത്. ഇക്കുറി മുമ്മുള്ളിയിൽ NDAക്ക് അനുകൂലമായി വോട്ടർമാർ വിധി എഴുതുമെന്നാണ് BJP സ്ഥാനാർത്ഥി
അനൂപ് കൈപ്പഞ്ചേരി അവകാശപ്പെടുന്നത്. എന്നാൽ അനൂപിന് തലവേദനയായി സഹോദരൻ ഉണ്ണികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോരുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ നാട്ടുകാർ അവരെൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ഛിദ്രശക്തികൾക്കൊന്നും തന്നെ മുമ്മുള്ളിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് മുമ്മുള്ളിയുടെ ഒരു പ്രതിനിധിയായി തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്നാൽ വിജയം തൃണമൂൽ കോൺഗ്രസിനൊപ്പമാകുമെന്നാണ് ഷാജഹാൻ പാത്തിപ്പാറ അവകാശപ്പെടുന്നത്. അവിടുത്തെ ഞങ്ങളിപ്പോൾ 3 റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ അവിടുന്ന് ബോധ്യമായത് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ വികസന മുരടിപ്പ് അവിടെ തുറന്നടിച്ച് പൊതുജനം പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയം സുരക്ഷിതമാണ്. SDPI സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷബീറാണ് രംഗത്തുള്ളത്. മുമ്മുള്ളി ഡിവിഷനുകളിലെ വീടുകൾ കയറിയിറങ്ങി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇഞ്ചോടിഞ്ച് മത്സരിക്കുമ്പോൾ വോട്ടർമാരും ആശയക്കുഴപ്പത്തിലാണ്. ന്യൂസ് 18 മലപ്പുറം. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തെ തന്നെ വളരെ രസകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോണിയാഗാന്ധി BJP സ്ഥാനാർത്ഥിയാവുകയാണ്. ഇടുക്കി മൂന്നാറിലെ തോട്ടം മേഖലയിലെ BJP സ്ഥാനാർത്ഥിയുടെ പേരാണ് സോണിയാഗാന്ധി. മൂന്നാർ പഞ്ചായത്തിലെ നല്ലതണ്ണി വാർഡിലാണ് സോണിയാഗാന്ധി മത്സരിക്കുന്നത്. പേരുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും മൂന്നാറിലെ സോണിയാഗാന്ധി BJP-കാരിയാണ്. ഇത്തവണ പഞ്ചായത്തിലെ 14-ാം വാർഡായ നല്ലതണ്ണി പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് BJP-യിലെ സോണിയാഗാന്ധി. നല്ലതണ്ണി കല്ലാറിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ ദുരൈരാജിന്റെ മകളാണ് സോണിയാഗാന്ധി. കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയോടുള്ള ഇഷ്ടം കാരണമാണ് മകൾക്ക് ദുരൈരാജ് ഈ പേര് നൽകിയത്. என்னோட அப்பாவுக்கு UDF மேலே கொஞ்சம் இல்லை நிறையவே அவருக்கு ஆசை. அதனால அவர் சின்ன வயசாக இருக்கும்போது எனக்கு இந்த பேரை வச்சுட்டாங்க. என்னோட பேர் சோனியாகாந்தி தான். எங்கள் அப்பா வச்ச பேர். எங்கள் குடும்பத்தில் எல்லாருமே காங்கிரஸ்க்குள்ள ஆளுங்க தான். இப்போ என்னோட ஹஸ்பண்ட் BJP-யில் இருக்காங்க. அவங்க BJP-யில் இருக்கனால அவருக்காக சப்போர்ட்டிவாக நானும் இருக்கேன். அதனால இந்த சோனியாகாந்தி என்ற நான் BJP-യിൽ മത്സരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ഭർത്താവ് സുഭാഷ് BJP പ്രവർത്തകനാണ്. ഭർത്താവിനൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയതോടെയാണ് സോണിയാഗാന്ധിയും BJP പ്രവർത്തകയായത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡിൽ കോൺഗ്രസിലെ മഞ്ജുള രമേശും CPM-ലെ വളർമതിയുമാണ് സോണിയാഗാന്ധിയുടെ എതിരാളികൾ. ന്യൂസ് 18 ഇടുക്കി. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ രസകരമായ ഒരുപാട് വാർത്തകളാണുള്ളത്. പാലക്കാട് ചിറ്റൂരിൽ ഒരു വാർഡിലെ 3 സ്ഥാനാർത്ഥികൾക്ക് ഒരേ പേരാണ്. തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ 21-ാം വാർഡിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പേര് സുനിത എന്നാണ്. വോട്ട് ചെയ്യുന്നത് രഹസ്യമാണെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒറ്റക്കാര്യം ഉറപ്പിച്ച് പറയാം. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ കുന്നത്തുപാളയം വാർഡിലെ ജനങ്ങളുടെ വോട്ട് സുനിതയ്ക്കായിരിക്കും. ആകെ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുടെയും പേര് സുനിത എന്നായതുകൊണ്ടാണ് പ്രവചനത്തിന് ഇത്ര ഉറപ്പ്. UDF സ്ഥാനാർത്ഥിയായി സുനിത അറുമുഖൻ കൈപ്പത്തി ചിഹ്നത്തിലും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുനിത കുടച്ചിഹ്നത്തിലും NDA സ്ഥാനാർത്ഥിയായി സുനിത ലോകേഷ് താമര ചിഹ്നത്തിലുമാണ് ജനവിധി തേടുന്നത്. മഹിളാ അസോസിയേഷൻ ചിറ്റൂർ വില്ലേജ് ട്രഷററായി പ്രവർത്തിക്കുന്ന സുനിത 2015-ൽ ഇതേ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. കുടുംബശ്രീ ADS ആയി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സുനിത അറുമുഖൻ്റെയും കേറ്ററിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന NDA സ്ഥാനാർത്ഥി സുനിത ലോകേഷിൻ്റെയും ആദ്യ മത്സരമാണിത്. ന്യൂസ് 18 പാലക്കാട്. ഓരോ വോട്ടും നിർണായകമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉറപ്പിക്കാൻ എന്തും ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണ് നാടെങ്ങുമുള്ളത്. പരവൂർ നഗരസഭയിലെ 14-ാം വാർഡ് UDF സ്ഥാനാർത്ഥി സുരേഷ് വോട്ട് ഉറപ്പിക്കാൻ ഹൈ റിസ്ക് ആണ് എടുത്തത്. അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. 15 മിനിറ്റ് മുമ്പ് വോട്ടഭ്യർത്ഥിച്ച് മടങ്ങിയ വീട്ടിലേക്ക് UDF സ്ഥാനാർത്ഥി സുരേഷും സംഘവും തിരിച്ചെത്തിയത് എന്തിനായി? ഇവർ പോയതിനു ശേഷം ആ വീട്ടിലേക്ക് ഒരാൾ കൂടിയെത്തി. വോട്ടുള്ള ആളല്ല, പക്ഷേ ആള് വളരെ പ്രധാനപ്പെട്ട ഒരാൾ. ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ ഈ അടുക്കള വാതക്കയിൽ നിന്ന് ഇങ്ങനെ ഓടി പോകുന്നതാണ് കാണുന്നത്. അവളെ ഉണ്ടായിരുന്നു കൂടെ. പേടിച്ചു പോയി. പിന്നെ നോക്കി നിന്ന് അത് എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ പിള്ളേരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ വന്ന് ഈ ഷീറ്റ് വല്ല പൊക്കി നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു. അപ്പം ധൈര്യമായി ഇന്ന അടുത്ത് ഇരിക്കുന്നു. അപ്പം വിളിക്കാം ഉടനെ വിളിച്ചാൽ തവള പുറക്കുണ്ട്, പക്ഷെ പാമ്പ് മുമ്പേ പോയത്. കുറേ നേരത്തെ അന്വേഷണത്തിന് ശേഷം ആളെ കിട്ടി. സ്റ്റെയർ കേസിനിടയിൽ വിശ്രമത്തിലാണ്. അവർ തമ്മിൽ മുഖാമുഖം കാണുമ്പോൾ
ആ പാമ്പ് ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള വിശ്രമത്തിലായിരുന്നു. നേരത്തെ ഓടിച്ചു പിടിച്ച തവളയെ അകത്താക്കിയുള്ള കിടപ്പ്. പാമ്പിനെ പിടികൂടാനായി സുരേഷിന്റെ ശ്രമം. പൈപ്പിന്റെ അറ്റത്ത് ഒരു ചാക്കൊക്കെ കെട്ടി പാമ്പിനെ മാടി വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അത് പാമ്പിനത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കയറിയില്ല. പരാക്രമത്തിനിടയിൽ പാമ്പ് ആ തവളയെ തുപ്പിക്കളഞ്ഞു. ഉயிருണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പിടിച്ചു തിന്നാമല്ലോ. അവസാനം അറ്റ കൈ പ്രയോഗിച്ചു. അച്ചാറിട്ട് വയ്ക്കാൻ സൂക്ഷിച്ചിരുന്ന ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നു. പാമ്പിനെ അതിനകത്തയക്കാനായി ശ്രമം. പത്തി വിടർത്തിയും ചീറ്റിയുമൊക്കെ പേടിപ്പിച്ച പാമ്പ് ഒടുവിൽ വശം കെട്ട് സുരേഷിന് കീഴടങ്ങി. മൂർഖനാണ്. 1 വയസ്സായി പാമ്പിന്. അങ്ങനെ ആ പാമ്പിനെ പിടിച്ച് നമ്മൾ കുപ്പിക്കകത്താക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനെ വെളിയിൽ ആളില്ലാത്ത ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുവന്ന് വിടണം. പാമ്പതാ കുപ്പി. സുരേഷ് ശരിക്കും വാവാ സുരേഷായിരുന്നു കൂട്ടുകാർ. ഞങ്ങൾക്ക് കൊണ്ട് കളയാൻ കാടും തോടുകളേ ഉള്ളൂ, അതേ കളയാൻ പറ്റുന്നുള്ളൂ. ഇതും അതേ കണക്ക് കൊണ്ട് കളയാനേ പറ്റൂ. ഞങ്ങൾക്ക് അതിനെ ഉപദ്രവിക്കത്തോ ഒന്നും തന്നെ ഇല്ല. ഏതായാലും 3-4 വോട്ടർമാരുള്ള വീടാണ്. വോട്ട് ഉറച്ചാലും ഉറച്ചില്ലെങ്കിലും പാമ്പിനെ കണ്ടാൽ ഇനിയും വിളിക്കണേ എന്നാണ് സുരേഷ് അവരോട് പറഞ്ഞത്. കുഞ്ഞു പാമ്പാണ്. ഫാമിലി ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന ആത്മകഥത്തോടെ സ്ഥാനാർത്ഥിയും സംഘവും പാമ്പുമായി മടങ്ങി. പാമ്പിനെ പിന്നീട് തുറന്നുവിട്ടു. ലഞ്ച് കഴിഞ്ഞുള്ള വിശ്രമത്തിലായിരുന്നു കക്ഷി. ഏതായാലും സ്ഥാനാർത്ഥിയും കൂട്ടുകാരും വോട്ട് ചോദിക്കാൻ വന്ന വീട്ടിൽ സ്ഥാനാർത്ഥി പോയതിന് പിന്നാലെ എത്തിയ അതിഥിയാണ്. പോയ സ്ഥാനാർത്ഥി അതുപോലെ തിരിച്ചു വന്ന് അദ്ദേഹത്തെ പൊക്കിയതേ കുപ്പിക്കകത്താക്കി. ഇനി എവിടെയെങ്കിലും സുരക്ഷിതമായി കൊണ്ട് കളയും. ചെറിയ മൂർഖനാണ്. ഏതായാലും ജയിച്ചാലും തോറ്റാലും ഏത് വീട്ടിൽ പാമ്പ് കയറിയാലും ഇവിടെ എത്തുമെന്നാണ് സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് കൊടുക്കുന്ന വാക്ക്. എന്തല്ലേ? എസ് അല്ലു മുസൈറ്റിൻ. സർക്കസ് കലാകാരി തലശ്ശേരിക്കാരി ബേബിക്ക് സ്വന്തം മേൽവിലാസമുണ്ടെങ്കിലും സ്ഥിരതാമസമില്ലാത്തതിനാൽ ആധാർ കാർഡുമില്ല, വോട്ടർ ഐഡിയുമില്ല. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ബോംബെ സർക്കസിലെ ഏക മലയാളിയായ ബേബി. വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാനെന്ത് ചെയ്യും? വളരെ നിസ്സഹായാവസ്ഥയോടെ ചോദിക്കുകയാണ് തലശ്ശേരി എരിഞ്ഞോളി സ്വദേശിയായ പി ബേബി. ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഏക മലയാളി കൂടിയാണ് ബേബി. ഏതായാലും ബേബി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ ആഘോഷത്തോടു കൂടി കേരളം നടക്കുകയാണ്. വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്താ അവസ്ഥ? എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൂഫൊന്നുമില്ല, അതിന് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ആധാർ കാർഡ് ഉൾപ്പെടെ ലഭിക്കാത്തൊരു സാഹചര്യം? അതെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറേ നമ്മൾ ശ്രമിച്ചിനേനു. പക്ഷേങ്കിൽ പറഞ്ഞ 6 മാസം വീട്ടിൽ നിന്നാലാവൂലല്ലേ. എൻ്റെ അമ്മക്കാണെങ്കിൽ സുഖമില്ല, അനിയനാണെങ്കിൽ വീട്ടിൽ തന്നെ. പിന്നെ അമ്മക്ക് എന്തെങ്കിലും ആയാലും അനിയന് മാത്രമേ ഉള്ളൂ. അനിയത്തിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ വേറെ സ്ഥലത്താണ്. അതിനാണ് പിന്നെ വീട്ടിൽ നിന്നാൽ എങ്ങനെയാവും? എനിക്ക് നയിക്കണോ അതിനാണ് പിന്നെ അവർ പറയല്ല 6 മാസം വരെ നിന്നാലാവും എന്ന് അങ്ങനെയെല്ലാം പറയുന്നു. ഇപ്പോൾ കലക്ടറോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ? കാരണം വോട്ടവകാശം എല്ലാവർക്കും വേണ്ടതാണ്, അത് ബേബിക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ലഭിക്കാൻ ആരെങ്കിലും സമീപിച്ചിരുന്നു? അങ്ങനെ കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ കളക്ടർ ഇങ്ങനെ ഇതെല്ലാം തന്നിനു, ആവുന്നെല്ലാം പറഞ്ഞിനു. പിന്നെ എൻ്റെ വീട്ടിലൊരു കത്തെല്ലാം അയച്ചിനു. അത് അരിയേട്ടന് കൊണ്ടുപോകുന്നു പറഞ്ഞിനു. പിന്നെ അത് എപ്പം ആവില്ല, അതിപ്പം പറഞ്ഞ് ഇപ്പം ആവില്ല, അത് ഡിസംബർ കഴിഞ്ഞിട്ടേ ആവും എന്ന് പറയുന്നു. ഈ സർക്കസിലേക്ക് വന്നാൽ എപ്പോഴാണ് ഈ സർക്കസിലേക്ക് വന്നത്? എങ്ങനെയാണ് സർക്കസ് ജീവിതം? ഞാൻ ചെറുതിലേ വന്നതാ. ചെറുതിലെ എൻ്റെ ഇങ്ങനെ ആളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വന്നത്. നമ്മൾ വിചാരിച്ച് കളിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റാക്കി. അവർ ഇങ്ങനെ ചെറുതിലെ പഠിപ്പിച്ചിട്ടല്ലോ അങ്ങനെ ആർട്ടിസ്റ്റായത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സർക്കസിന്റെ ഉപജീവന മാർഗം? വീട്ടിലൊരു വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ആർക്കും അറിയില്ല ഞാൻ സർക്കസ് കാരത്തിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കസുകാരെ ഒന്നും അങ്ങനെ നോക്കുന്നില്ല നല്ല പോലെ. പറഞ്ഞാൽ അവർ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതിനാണ് ഇപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ ഞാൻ സർക്കസ് പണിയെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ അവിടെ ആർക്കും
ഇങ്ങനെ അടുത്തുള്ള വീട്ടുകാർക്കൊന്നും അറിയില്ല. ഞാൻ തിരുപ്പൂരിൽ പണിയെടുക്കുന്നതാണ് അവരെ ധാരണ. പക്ഷെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സർക്കസ് കണ്ടാൽ അവർ വിചാരിക്കും ഇത് സർക്കസുകാരി എന്ത് ഇങ്ങനെ അങ്ങനെയില്ല. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സർക്കസ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സർക്കസിനെ അങ്ങനെ മോശമായിട്ട് കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതൊരു കലയായി കാണുന്നു. കൂടുതൽ ആളുകൾ നിങ്ങളെ കാണാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സ്നേഹങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ഏത് ഐറ്റമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്? ഞാനിവിടെ കമ്പിൻ്റെ മേലെ ലൂസ് വെയർ കപ്സസറാണ് ഇവിടെ പോകുന്നത്. പിന്നെ ഫസ്റ്റ് കുറേ നമ്പർ ചെയ്യുന്നുണ്ടേനു. ഇപ്പോൾ ഇവിടെ മാത്രം ഇത് മാത്രമാണ് പോകുന്നത്, ലൂസ് വെയർ കപ്സസർ. നമുക്കിപ്പോൾ വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു വിഷമമുണ്ട്. എന്താണ് ഇപ്പോൾ ന്യൂസ് 18 ബേബിക്ക് ആവശ്യപ്പെടാനുള്ളത്? എനിക്കിപ്പോൾ ആധാറില്ല, ഒന്നുമില്ല. എൻ്റെ ഫസ്റ്റ് അച്ഛനുണ്ടേനു. അച്ഛനെല്ലാം കുടിച്ചിട്ട് ഫസ്റ്റ് അടിച്ചിട്ട് അമ്മേനെ എൻ്റെ പ്രൂഫെല്ലാം നമ്മൾ ചെറുതിലെ സർക്കസിലല്ലേ, അതിന് പിന്നെ എൻ്റെതൊന്നും ആയിട്ടില്ല. അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ വോട്ട് കൊടുക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്ത എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ് വോട്ട് കൊടുക്കാൻ. നമ്മോടൊപ്പം മാനേജർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ബേബിയുടെ ഒരു അവസ്ഥ അത് അധികൃതർക്ക് നിങ്ങൾ സമീപിച്ചിരുന്നോ? അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അതെങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും? കഴിഞ്ഞ ക്യാമ്പ് കണ്ണൂരിൽ വെച്ചിട്ട് ജില്ലാ കളക്ടർ അതിനുവേണ്ട എല്ലാവരും സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അത് പക്ഷേ പ്രോസസ്സാകാൻ കുറച്ച് സമയം എടുക്കും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർ പേര് മറന്നു, അവർ വലിയ സപ്പോർട്ടാണ് ചെയ്തത്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ശരിയായി കൊടുക്കാൻ എല്ലാവിധ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സർക്കസിലേക്ക് വന്നാൽ എങ്ങനെയുണ്ട് സർക്കസ്? ഇപ്പോൾ കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ സർക്കസ് ഉള്ളത്, ഇനി കൊച്ചിയിലേക്കാണ് സർക്കസ് മാറാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? സീസണാണോ? സീസൺ സർക്കസിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സമയം തന്നെയാണ് ഇപ്പോഴും. സർക്കസ് കുട്ടികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ സർക്കസ് നന്നായിട്ട് പോകുന്ന വിശ്വാസം. കാരണം വെച്ചാൽ കുട്ടികൾ എന്നും ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ നിന്ന് സർക്കസ് സർക്കസ് എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് സർക്കസിന് മുമ്പിലോട്ട് പോകുക. ബേബി പറയുന്നുണ്ടായിരുന്നു ഈ സർക്കസിന് വളരെ മോശമായിട്ട് സമൂഹം കാണുന്നത്. അതെല്ലാം മാറിയൊരു കാലം. അങ്ങനെയൊന്നുമില്ല. അതൊരു പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷെങ്കിൽ ചിലവരുടെ നജർ നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ അത് ചില ഇത് മാത്രം വരുന്നില്ല. ബേബിയെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡ് സ്വദേശിനിയെ വിവാഹം കഴിച്ചത് ഒരു കുട്ടിയുണ്ട്. വീട്ടിലെ അമ്മയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എല്ലാം വോട്ടുണ്ട്. അവർക്കെല്ലാം വോട്ട് ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ബേബിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതോടൊപ്പം ബാങ്ക് രേഖകൾ ഉൾപ്പെടെ ഈ ആധാർ കാർഡ് ലഭിക്കാത്തതിനാൽ ബേബിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ എല്ലാം ആധാർ കാർഡില്ലെങ്കിൽ തിരിച്ചറിയൽ രേഖ പോലും ഇല്ലാത്ത ഒരാളായി ബേബി ജീവിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇടപെടൽ വേണം. കാരണം സർക്കസിനെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പല പദ്ധതികളും കൊണ്ടുവന്നതാണ്. തലശ്ശേരിയിൽ ഉൾപ്പെടെ നമുക്കറിയാം ഒരുപാട് കലാകാരന്മാർ ഇത്തരത്തിൽ സർക്കസിലുള്ളതാണ്. എന്തായാലും ബേബിക്ക് ഈ ഒരു തിരിച്ചറിയൽ രേഖ അത് ലഭിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ്. രാത്രിയിൽ മഴ കനത്ത് പെയ്തിട്ടും ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ്. ഇന്നലെ 80,000-ലധികം പേരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ 7 മണിവരെ 21,480 പേർ മല കയറി. സജീവ് സി വാര്യർ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സജീവ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 7 മണിക്കുള്ളിൽ തന്നെ 21,480 പേർ മല കയറി എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയാണല്ലേ ഇന്ന്? ഗുഡ് മോർണിംഗ് അനുശ്രീ. ഇന്നും തിരക്കുള്ള ദിവസമാണ്. ഇന്നലെ 80,000-ൽ പരം പേരാണ് തീർത്ഥാടകരായി എത്തിയത്. രാത്രി 10 മണിക്ക് ശേഷം കനത്ത മഴയായിരുന്നു. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിയത്. ഇന്ന് പുലർച്ചെയും തിരക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. തിരക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ വലിയ നടപ്പന്തലിലാണ് ഇപ്പോൾ വലിയ തോതിൽ തിരക്കുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ സുഗമമായ രീതിയിൽ ദർശനം അല്ലെങ്കിൽ യാത്ര സാധ്യമാകുന്ന ഒരവസ്ഥയാണ് ശരണവഴികളിൽ ഉള്ളത്. തീർത്ഥാടകർ പറയുന്നത് മഴയുണ്ടെങ്കിലും അവർക്ക് സുഗമമായി കടന്നു വരാൻ കഴിഞ്ഞുവെന്നാണ്. നല്ല തിരക്ക്. ഇന്നലെ വന്നിട്ടുണ്ടോ നല്ല മഴയെല്ലാം കൊണ്ടുപോയി. ഇന്ന് രാവിലെ വന്ന് തൊഴാൻ അത്ര പറ്റിയില്ല. എപ്പോഴാണ് ഇവിടെ എത്തിയത്? ഇവിടെ ഞങ്ങളൊരു 3 മണിയാകുമ്പോ എത്തിയിട്ടുണ്ട്. 3 മണിയാകുമ്പോ വന്ന് തൊഴാൻ പറ്റിയിട്ടുണ്ട്. രാവിലെ മഴ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. 6 മണിയാകുമ്പോ കിട്ടിയിട്ടില്ലേ? 6 മണി തൊട്ടിട്ട് ഒരു 10 മണി 10:30 വരെ. അത് കാരണം കൊണ്ടാണ് 4 മണി ഇപ്പൊ തൊഴാൻ നിൽക്കുകയാണ്. നല്ല സന്തോഷം തൊഴാൻ പറ്റി.
തീർത്ഥാടകർ പറയുന്നത് നല്ല രീതിയിൽ ദർശനത്തിനും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ മഴ മാത്രമാണ് അല്പം ബുദ്ധിമുട്ടിച്ചത് എന്നാണ്. ഇന്ന് 21,000-ൽ പരം പേരാണ്, 21,480 പേരാണ് രാവിലെ 7 മണിക്കുള്ളിൽ എത്തിയത്. ഇപ്പോഴും നമുക്ക് കാണാം തീർത്ഥാടകർ നല്ല വലിയ തോതിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നും മഴ പെയ്യുമോ എന്നൊരു ആശങ്കയുണ്ടെങ്കിൽ പോലും അതൊന്നും തീർത്ഥാടനത്തെ ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അനുശ്രീ. ശരി, സജീവ് സി വാര്യറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെത്തുമ്പോൾ ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന തീർത്ഥാടകർക്ക് രക്ഷകരാകുന്നത് NDRF സംഘമാണ്. തമിഴ്നാട് ആരക്കോണത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പമ്പയിലും സന്നിധാനത്തും പ്രവർത്തിക്കുന്നത്. ആരക്കോണത്തു നിന്നുള്ള 81 അംഗ സംഘമാണ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുമായി ശബരിമലയിലുള്ളത്. 41 പേർ സന്നിധാനത്തും 40 പേർ പമ്പയിലുമാണ്. പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശിയായ ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ A. അർജുനാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ശേഷം നേരത്തെ അതിർത്തി രക്ഷാസേനയിൽ പ്രവർത്തിച്ചിരുന്ന അർജുൻ ആദ്യമായാണ് ശബരിമലയിൽ സേവനത്തിനായി എത്തുന്നത്. ഇതിനകം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 100ഓളം പേരെ ഉടനടി സ്ട്രക്ചറിൽ എത്തിച്ച് വൈദ്യസഹായം ലഭ്യമാക്കാൻ ഇവർക്ക് സാധിച്ചു. ജീവിതശൈലീ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ശബരിമലയിൽ എത്തുമ്പോൾ മരുന്ന് നിർത്തരുത് എന്ന് ഡോക്ടർ കൂടിയായ NDRF ഡെപ്യൂട്ടി കമാൻഡന്റ് പറയുന്നു. ന്യൂസ് 18 സന്നിധാനം. ശ്രീകോവിലിന് മുകളിലേക്ക് പട്ടെറിയുകയും തിരുമുറ്റത്ത് തേങ്ങ ഉരുട്ടുകയും ചെയ്യുന്നത് അടക്കമുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്ന് മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി. എത്ര തവണ വിലക്കിയിട്ടും ആളുകൾ അത് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം കൊല്ലം കൂട്ടിക്കട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. അവിടെ നിന്നാണ് മാളികപ്പുറത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ നിയോഗം എങ്ങനെയാണ് കാണുന്നത്? ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളുള്ളതാണ്. ഒരുപാട് കാര്യം ആഗ്രഹിച്ചു കിട്ടിയ ഒരു പദവിയാണ്. അപ്പോൾ അത് ലഭിച്ചത് വളരെയധികം സന്തോഷം. എത്ര തവണ അപേക്ഷിച്ചിരുന്നു നേരത്തെ? 6 വർഷം അപേക്ഷിച്ചിരുന്നു. 6ാം തവണയാണ് ഇപ്പോൾ മാളികപ്പുറത്ത് അമ്മയായിട്ട് അവിടുത്തെ മേൽശാന്തിയായിട്ട് എനിക്ക് ഞെറുക്കിട്ടത്. ശബരിമല മേൽശാന്തിയായിട്ടും അപേക്ഷിച്ചിരുന്നില്ലേ? അവിടെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ശബരിമല ധർമ്മശാസ്ത്ര അവിടുത്തെ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഞെറുക്കിൽ കിട്ടിയില്ല, മാളികപ്പുറത്തെ ഞെറുക്കിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വളരെ സന്തോഷം. ഈ ആദ്യത്തെ തവണ കിട്ടാതിരുന്നപ്പോൾ നിരാശ തോന്നിയിരുന്നോ? അത് തോന്നി, തീർച്ചയായിട്ടും. നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ആ പദവി കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിച്ചാണ് നമ്മൾ അപേക്ഷ അയക്കുന്നത്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അതിൻ്റേതായ നിരാശ ഉണ്ടായിരുന്നു. ഈ വർഷം ആണ് ഭാഗ്യം കടാക്ഷിച്ചത്. അവിടെ ധർമ്മശാസ്താവിനെയാണ് പൂജിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഇവിടെ ദേവിയാണ്. എങ്ങനെ പൂജാവിധികളിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും. ധർമ്മശാസ്താവിൻ്റെ പൂജ അത് വേറെ, ദേവിയുടെ പൂജ അത് വേറെ. നമ്മളെല്ലാം ഇൻ്റർവ്യൂവിന് നമ്മളിതെല്ലാം പഠിച്ചിരിക്കണമല്ലോ. ഇൻ്റർവ്യൂ മാളികപ്പുറത്തേക്ക് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, ധർമ്മശാസ്താവിന് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ പൂജയും പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും. ഇപ്പം മാളികപ്പുറത്തിൽ ഒരുപാട് അനാചാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവം, തേങ്ങയുരുട്ടൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അത് ഓരോ വർഷം നമ്മളൊക്കെ തന്നെ വാർത്ത ചെയ്യുമ്പം ഇക്കാര്യം പറയാറുണ്ട്. പക്ഷേ വീണ്ടും തീർത്ഥാടകർ വന്ന് ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ തുണിയെടുത്ത്, പട്ടെടുത്ത് മുകളിലേക്ക് എറിയുക, ശ്രീകോവിലിനകത്തേക്ക് എറിയുക, അങ്ങനെയൊക്കെയുള്ള കുറേ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്താ മാർഗം എന്നറിയില്ല. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇത് ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലാത്തതാണ്, ചെയ്യരുതെന്ന് പറഞ്ഞാലും ഇതെല്ലാം വീണ്ടും വീണ്ടും നടക്കുന്നുണ്ട്. ഈ തുണിയെടുത്തെറിയുക, ക്ഷേത്ര പരിസരം എത്ര ശുദ്ധമായി സൂക്ഷിക്കാൻ കഴിയുന്ന ഓരോ ഭക്തൻ്റെയും കടമയാണ്. അത് ചെയ്യാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. നമ്മൾ എത്ര തവണ പറഞ്ഞാലും പൂജ കഴിക്കാൻ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീകോവിലിനകത്ത് മഞ്ഞപ്പൊടി പൊട്ടിച്ചെറിയുക, ഭസ്മം പൊട്ടിച്ചിടുക ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് പൂജ കഴിക്കുന്നത് തന്നെ സ്വസ്ഥമായിട്ട് പൂജ കഴിക്കാൻ പറ്റാത്ത തന്നെ അവസ്ഥയാണ്. ഇതെങ്ങനെയാണ് ഈ ആചാരം വന്നതെന്ന് അറിയില്ല. എത്ര നാൾ കൊണ്ട് പറഞ്ഞിട്ടായിട്ടും ഇതൊന്നും നിർത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴും തുടർന്ന് പോവുകയാണ്. ഈ ശബരിമലയിൽ വന്നപ്പോഴുള്ള മേൽശാന്തിയായി അഭിഷിക്തനായി വന്ന സമയത്തുള്ള അനുഭവം എന്താണ്? അത് വളരെയധികം, ഞാൻ മുമ്പ് പല ചാനലിൽ പറഞ്ഞിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, മേൽശാന്തിയായിട്ട് ശ്രീകോവിലിനകത്തേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റുമ്പം നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം. അത് വളരെയധികം പുണ്യം ആണത് ആ ഒരു സമയം. ഈ തീർത്ഥാടകരൊക്കെ നേരിട്ട് വന്ന് സംസാരിക്കാറില്ലേ? ഉണ്ട്. പിന്നെ ധാരാളം പേര് വന്ന് നേരിട്ട് സംസാരിക്കേണ്ട, അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മളതിന് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ
ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് പോകുന്നത് അവരെല്ലാവരും. ഈ നിയോഗം വലിയ സംതൃപ്തി നൽകുന്നു എന്നാണ് മനു നമ്പൂതിരി നമ്മളോട് പറയുന്നത്. സന്നിധാനത്ത് നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം അഞ്ജന പ്രകാശും ചേർന്നാണ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഡിസൈനുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ തൊഴിലാളികൾ ഉയർന്ന ഗുണനിലവാരത്തിൽ നിർമ്മിച്ചു നൽകും. സ്വന്തം യൂണിറ്റിൽ നിർമ്മിക്കുന്നതിനാൽ മാർക്കറ്റിൽ മറ്റെവിടെയും ലഭിക്കുന്നതിലും കുറഞ്ഞ വിലയിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോഴിക്കോട് മാവൂർ ഉദ്ഘാടനം ചെയ്തു. ഇത് ഞങ്ങളുടെ ഒരു റീജിയണൽ ഡയമണ്ട് ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. ഞങ്ങളുടെ മെയിൻ മാനുഫാക്ചറിംഗ് തൃശ്ശൂരാണ്. മാനുഫാക്ചറിംഗ് പല സ്ഥലത്തുണ്ടെങ്കിലും ഇതിന്റെ പ്രത്യേകത വരുന്ന കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഷോക്കേസിൽ ഇല്ലാത്ത എന്ത് ഡിസൈൻ കാണിച്ചു തന്നാലും ഞങ്ങളുടെ കളക്ഷനിലാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ഡിസൈൻ ആണെങ്കിലും അത് ഒരാഴ്ചക്കുള്ളിൽ പണിത് ഇവിടെ ഇട്ട് നോക്കി അതിന്റെ മാച്ചിങ് നോക്കി ഒക്കെ സെറ്റാക്കി പോവാന്നുള്ളതാണ്. മറ്റേ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങുകയാണ് മാനുഫാക്ചറിംഗ്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് റീറ്റെയിലേക്ക് സപ്ലൈ ആണ്. എന്താണോ ഡെയിലി ഇങ്ങനെ സപ്ലൈ ആണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് വാങ്ങാം എന്നത് ഒരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു റീജിയണൽ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഇവിടെ തുടങ്ങാൻ കാരണം. കേരളശ്രീ പുരസ്കാര ജേതാവ് TKM ട്രസ്റ്റ് ചെയർമാൻ ജനാബ് ഷഹാൻ ഹസൻ മുസ്ലിയാരെ ആദരിച്ചു. 1980, 1985 പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് TKM 85 ആദരിച്ചത്. സാമൂഹിക വികസന രംഗത്തും വിദ്യാഭ്യാസം, വ്യവസായം എന്നീ മേഖലകളിലെ സംഭാവന കണക്കിലെടുത്താണ് ആദരം. കൂട്ടായ്മയിലെ അംഗങ്ങളായ നസറുദ്ദീൻ, സജീവ്, സതീഷ്, ഉണ്ണികൃഷ്ണൻ, R രാധാകൃഷ്ണൻ, പ്രസന്നകുമാർ, അബ്ദുൾ റഷീദ്, ജോസ് പ്രകാശ്, G സുരേഷ്, ബാബു സലീം, TS അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഇന്ന് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന തിരുവനന്തപുരം പൂവാർ ചേക്കടി സ്വദേശികളായ ജയകൃഷ്ണന്റെയും സുവർണയുടെയും മകൻ നിവേദ് കൃഷ്ണയ്ക്ക് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. നിവേദ് കൃഷ്ണയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും 1000 പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്ന് 6ാം പിറന്നാൾ ആഘോഷിക്കുന്ന തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി സക്കീർ ഹുസൈന്റെയും പ്രതിഭയുടെയും മകൻ സഹന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. ആശംസകൾ നേരുന്നത് ചേച്ചി അഭിര കൃഷ്ണ, ചിപ്പി എന്നിവരാണ്. സഹന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. തിരുവനന്തപുരം മേലാറന്നൂർ സ്വദേശികളായ അഖിലിന്റെയും അർച്ചനയുടെയും മകൻ വിഹാന്റെ 1ാം പിറന്നാളാണിന്ന്. വിഹാന് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും 1000 പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അങ്ങനെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ.